സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. വടക്കാഞ്ചേരിയിൽ AK-48 നെൽവിത്ത് പരീക്ഷണത്തിന് കളമൊരുങ്ങുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ പുതിയൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ ഒരുങ്ങുകയാണ് വടക്കാഞ്ചേരി. സാധാരണ കേട്ടുപരിചയമുള്ള AK-47 തോക്കിന്റെ പേരിലുള്ള ഒരു നെൽവിത്തല്ല ഇത്, മറിച്ച് AK-48 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കർണാടകൻ നെൽവിത്താണ് ഇപ്പോൾ കാർഷിക ലോകത്ത് ശ്രദ്ധ നേടുന്നത്. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നാസർ മങ്കരയാണ് വടക്കാഞ്ചേരി മേലേതിൽ പാടശേഖരത്ത് ഈ പുതിയ നെൽവിത്ത് ആദ്യമായി പരീക്ഷിക്കുന്നത്. വിരിപ്പ് കൃഷിയുടെ സമയമാണിത്. ഈ വിരിപ്പ് സീസണിലാണ് നാസറിന്റെ നേതൃത്വത്തിൽ AK-48 എന്ന നെൽവിത്തിന്റെ പരീക്ഷണം നടക്കുന്നത്. കൊളയരി നൽകുന്ന ഈ പുതിയ നെൽവിത്ത് കർണാടകയിലെ കർഷകർക്കിടയിൽ ഇതിനോടകം വലിയ പ്രതീക്ഷ നൽകി കഴിഞ്ഞു. സാധാരണ നെൽവിത്തുകൾ അനുകൂല കാലാവസ്ഥയിൽ ഏക്കറിന് 2000 കിലോ വിളവ് നൽകുമ്പോൾ AK-48 ഇനം 4000 കിലോ വരെ വിളവ് നൽകുമെന്നാണ് കർണാടകയിലെ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പുതിയ പരീക്ഷണം വിജയകരമാവുകയാണെങ്കിൽ അത് കേരളത്തിലെ നെൽകൃഷിക്ക് വലിയ ഉണർവ് നൽകും. വിളവ് ഇരട്ടിയാകുന്നത് കർഷകർക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം പരീക്ഷണങ്ങൾ അത്യാവശ്യമാണ്. കാർഷിക വൃത്തിയിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി ശ്രദ്ധേയനായ നാസർ മങ്കരയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് കാർഷിക ലോകം. AK-48 നെൽവിത്തിന്റെ പരീക്ഷണം വടക്കാഞ്ചേരിയിലെ കർഷകർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രാവശ്യം നമ്മൾ മേലേതിൽ പാടശേഖരത്ത് ഒരു പ്രകൃതി കൃഷിയാണ് ചെയ്യുന്നത്. അത് AK-48 എന്ന വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ 3 പരീക്ഷണങ്ങൾ നടത്തി, കുറുഞ്ചാരി നടത്തി, അതുപോലെ തന്നെ ലാൽഗോട്ര നടത്തി. അതൊക്കെ വൻ വിജയമായിരുന്നു. മിക്ക കർഷകരും വിത്തുകളൊക്കെ മേടിച്ചു കൊണ്ടുപോയി. ഇത് കർണാടകത്തിൽ നിന്നും ഉള്ളപ്പനള്ളിയിൽ അവിടെ നിന്നാണ് വിത്ത് കൊണ്ടുവന്നിട്ട് വിഷയനാടാണ് ഇവിടെ നടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഏക്കറിന് 4000 കിലോ ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിലെത്തിക്കാനും നമുക്ക് കർഷകർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തുന്നത്. പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അതായത് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല എന്ന് അവിടുത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായത്. പരീക്ഷ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണ്. ഇത് കർഷകർക്ക് എത്തിക്കാനും കൂടുതൽ ഇപ്പോൾ നമുക്ക് ശരാശരി ഉമ്മയൊക്കെ 2200 2300 മാക്സിമം കിട്ടുന്നത്. ഇത് ഒരു 4000 എന്നൊക്കെ പറഞ്ഞാൽ 3000 കിട്ടിയാലും കർഷകർക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡെമോ ആണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കയ്യിലാണ്. ന്യൂസ് ഡെസ്ക് CCV.